നാത്തൂന് അറിഞ്ഞില്ലായിരുന്നാ? എന്ത്? ഒരു റിയാലിറ്റി ഷോയിലൂടെ ഒരു പെണ്ണ് വന്നില്ലേ, ഭാര്യയും ഭർത്താവും കൊച്ചൊക്കെ ആയിട്ട്. ആ പെണ്ണിപ്പോ ഒരു സീരിയലൊക്കെ ഇല്ലേ? അത് കൊറേ നല്ല ഫേമസ് ആയി കഴിഞ്ഞപ്പോഴേ ഭർത്താവിനെ അങ്ങ് ഉപേക്ഷിച്ചു. ചുമ്മാ ഇരുന്ന് ഓരോ കാര്യങ്ങൾ അങ്ങ് ഉണ്ടാക്കി പറയാണല്ലേ. നിനക്ക് വേറൊരു പണിയില്ലേ? ഉണ്ടാക്കിയതൊന്നും അല്ല, യൂട്യൂബ് മൊത്തം ഇപ്പൊ അതാ വാർത്ത. ചുമ്മാ പറയാ. ഞാൻ ക്ലീറ്റോന്റെ ഫോണിൽ കണ്ടതാണല്ലോ, ആ പെണ്ണും അതിന്റെ ഭർത്താവും കൊച്ചൊക്കെ കൂടി അതിന്റെ വീട്ടിലിരുന്നുള്ള ഇന്റർവ്യൂ. അപ്പൊ അതോ ഒന്നുമില്ലാതെ ആളുകളൊക്കെ ഇങ്ങനെ എടുത്തിടുവോ? ആടിനെ പട്ടിയാക്കണ കാല ഈ ആൾക്കാർക്ക് വേറെ ഒരു പണിയില്ല. അപ്പൊ ഒരു കുഴപ്പമില്ലേ അവര് തമ്മില്? ഒരു കുഴപ്പമില്ല, അവര് നല്ല സന്തോഷമായിട്ട് തന്നെ ജീവിക്കും. അയ്യോ, എന്തേ ഇഷ്ടപ്പെട്ടില്ല? ഒരുമിച്ച് ജീവിക്കണം എന്ന് കേൾക്കുമ്പോ ഒരു സുഖമില്ല അല്ലേ? പിരിഞ്ഞെന്ന് കേൾക്കുമ്പോഴോ സന്തോഷം. എന്താല്ലേ, കൊള്ളാം. എന്തായാലും ഒരു പണിയില്ലാതെ ഒരു ഫോണും കൈ കിട്ടിയാൽ നിനക്ക് ഇങ്ങനെ പലതും തോന്നുന്നു. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. പിന്നെ ഇവിടെ ഒരു പണിയില്ലാതിരിക്കുമല്ലേ. എപ്പോ വന്നിട്ട് 2 മണിക്കൂർ ആയില്ല. പിന്നെ ഞങ്ങള് നാട്ടുവർത്താനം പറഞ്ഞോണ്ടിരുന്നതാ. അതിനാണ് നമ്മൾ പറയുന്നത് പരദൂഷണം. നിന്റെ ഭാര്യനോട് പറ, അവളിപ്പോ അതിനകത്ത് ഡിഗ്രി എടുക്കുന്നുണ്ട്. ഈ പരദൂഷണത്തിന്റെ പ്രത്യേകത ഉണ്ടെന്നറിയാമോ? മറ്റുള്ളവരെ പറ്റി പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, പക്ഷെ അവനവന്റെ കാര്യം പറയാം സങ്കടം വരുന്നത്. ഇവിടെ അല്ലേ? അതെ. ക്ലീറ്റോ ഇവിടെ ഇല്ലല്ലോ. ക്ലീറ്റസേട്ടൻ ഭാര്യയാണോ? അതെ. ക്ലീറ്റസേട്ടൻ എൻ്റെ കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, അത് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇപ്പൊ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് കൊടുക്കുകയാണല്ലോ അതിന്റെ ഒരു 10 രീതികളൊക്കെ. ചേട്ടൻ KCB-ലാണല്ലേ? ക്ലീറ്റസേട്ടൻ കാശ് തന്നില്ലെങ്കിലും ചേട്ടൻ തരുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പിന്നെ ചേച്ചിക്ക് നല്ല തയ്യലൊക്കെ ഉണ്ടല്ലേ? പിന്നെ അമ്മയുടെ പെൻഷൻ കാശ് എല്ലാം ഉണ്ടെന്നൊക്കെ അവൻ പറഞ്ഞത്. എങ്ങനെയാലും കാശ് തിരിച്ചിട്ടെന്നാ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. എത്ര രൂപ? 10,000 രൂപയാ, ആഴ്ച രൂപ. അതെ. എന്തായാലും ക്ലീറ്റ് എവിടെ ഇല്ല, അപ്പൊ പിന്നെ വന്നാൽ മതി. അത് സാരമില്ല, ഞാൻ കാശ് ചേച്ചിയുടെ കയ്യിൽ തരാം. അതാണല്ലോ സേഫ്. അല്ല, അത് സേഫ് ആയിരിക്കും, പക്ഷെ എന്തായാലും അത് പരിപാടി വേണ്ട നമുക്ക് അങ്ങനെ. അതുമായിട്ട് എന്താ ഒരു കാര്യം ഞാൻ പറയാം, കാശ് കൊടുക്കേ വാങ്ങുക അതൊക്കെ പുറത്തു വെച്ച് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമല്ല. ഈ പൈസ വെച്ച് ഇങ്ങോട്ട് വരരുത്. പുള്ളിക്കാരൻ അത്രയ്ക്ക് പ്രശ്നക്കാരനാണോ? ഒന്നുമില്ല പറയാനായിട്ട്. പിന്നെ ഒരു കാര്യം, കണ്ടിട്ട് നല്ലൊരാളാണെന്ന് തോന്നുന്നു. ഈ പൈസ കൊടുക്കുമ്പോഴേ ആളും തരമൊക്കെ നോക്കി എല്ലാം അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ. പിന്നെ വെറുതെ ഇതിനകത്ത് വല്ല പൊല്ലാപ്പ് എടുത്ത് വെക്കണ്ട. വാടി. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ് നിന്റെ ഉദ്ദേശം? എന്ത്? എനിക്ക് കാശ് തരാന്ന് പറഞ്ഞ ആളിനോട് തരണ്ടെന്ന് പറയാൻ നിനക്ക് എന്താണ് കാര്യം? നിനക്ക് കാശ് തരേണ്ടത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ വെച്ച് ഈ വീട്ടിൽ വെച്ച് തരാൻ പറ്റില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ വീട് എനിക്ക് അവകാശപ്പെട്ട വീട്, ഞാൻ ഇവിടെ വെച്ച് പലതും ചെയ്യും. അത് ചോദിക്കാൻ നീ ആരോടാ? ആരുമില്ല, പക്ഷെ അതിന്റെ ഉത്തരവാദിത്തം ഇല്ലെന്നേ ഞാൻ. നീ ഉത്തരവാദിത്തം ഏക്കണ്ടേ? നിന്നോട് ആരെങ്കിലും പറഞ്ഞാ ഉത്തരവാദിത്തം ഏക്കാൻ? പറഞ്ഞു, അവൻ വന്ന് പറഞ്ഞു. ക്ലീറ്റോ തന്നില്ലെങ്കിൽ അളിയൻ തന്നോളൂന്ന് അളിയൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഭാര്യയ്ക്ക് നല്ല തയ്യലുണ്ട്, അമ്മാവിയുടെ പെൻഷൻ കിട്ടും. എടാ നാണം ഉണ്ടടാ എനക്ക്? പണയം മേടിച്ചാല് ലോൺ മേടിച്ചാല് സ്വന്തമായിട്ട് അടയ്ക്കാനുള്ള ശേഷി ഉണ്ടാവണം, ഇല്ലാത്ത പണിക്ക് പോരുത്. ഓ, അതാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അവനോട് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല, അവനൊന്നും പറഞ്ഞില്ല. ഈ കുടുംബത്തിൽ പലിശ പരിപാടി നടക്കൂലെന്ന് അവൻ പറഞ്ഞു. അയ്യോ, ഒരു ആംഗ്ല സ്നേഹി കെട്ടിയതിനു വേണ്ടി ഇന്നേ വരെ ഒരു നല്ല വർത്താനം പറഞ്ഞിട്ടുണ്ടോ നീ? കേട്ട് പറഞ്ഞാലും ഒരു തെറ്റുമില്ലായിരുന്നു ക്ലീറ്റോ ചേട്ടാ. കൊച്ചമ്മ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. കൊച്ചമ്മയുടെ അഭിപ്രായം കൂടെ ഞാൻ വിലക്ക് എടുത്തു. എന്റെ കർത്താവേ, എന്നോട് സ്നേഹമുള്ള ഒരൊറ്റ ഈ വീട്ടില്. അമ്മച്ചി പറയണത് നേരാ. അച്ഛൻ വീട്ടിൽ കിടന്നാ ഇതൊക്കെ അനുഭവിക്കണം. പുഴുങ്ങി തിന്നാലടി എനിക്ക് പൈസ. മനുഷ്യന്റെ ഒരു ആവശ്യങ്ങൾക്ക് ഓരോരുത്തരെ കാല് പിടിച്ച് ഒപ്പിക്കാൻ നോക്കുമ്പോ എന്നെ തകർക്കാൻ അടയ്ക്കാനുള്ള ശേഷി വേണം. കണ്ടവനെ കണ്ടിട്ട് ഇറങ്ങരുത്. പോടാ, കയറി പോടാ. പിന്നല്ലേ
സ്വന്തമായിട്ട് അടയ്ക്കാൻ ശേഷിയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവനെ താങ്ങാൻ നടക്കണത്. നീ വാങ്ങോട്ട്. ക്ലീറ്റോ ചോർണവാ. ക്ലീറ്റോ ക്ലീറ്റോ, നിങ്ങൾ ഞാൻ ഈ വിളിക്കണ കേക്കണില്ലേ? ക്ലീറ്റോ, ചോറുണ്ണാൻ വരാൻ പാത്രം കഴുകി വെച്ചിട്ട് എനിക്ക് കിടക്കണ്ടേ? എനിക്ക് ചോറ് വേണ്ട. അതാ ചോറ് വേണ്ടാത്തത്? ചോറ് വേണ്ടാത്തോണ്ട് വേണ്ട. എഴുന്നേറ്റ് വന്നിട്ട് അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ല. ബാ, പട്ടിണി കിടന്ന് ഞാൻ ചാവട്ട് ഞാൻ. അപ്പൊ നിന്റെ ആങ്ങളെ നിനക്ക് വേറെ നല്ല ചെറുക്കനെ അന്വേഷിച്ച് കൊണ്ടുവരും. എന്റെ പൊന്നോ, ഇനി ഒരു കല്യാണം വേണ്ടേ? ഇതിനെ കൊണ്ട് തന്നെ മതിയായി. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ മോശക്കാരൻ, കൊള്ളൂലാത്തവൻ. നിന്റെ ആങ്ങളെ ജയ്പൂർ രാജകുമാരനെ കൊണ്ടുവരും നിനക്ക്. നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഞാൻ എന്റെ മര്യാദക്ക് വന്ന് വിളിച്ചതാ. പൈസ കിട്ടാഞ്ഞിട്ടല്ലേ എന്നോട് കെറിവ് കാണിക്കണത്? കയ്യിലിരിപ്പിന്റെ അനുഭവിച്ചോ? നിനക്ക് നിസ്സാരമായിട്ട് അങ്ങ് പറഞ്ഞു കളയാം. മറ്റന്നാ ആലപ്പുഴ ഞങ്ങളെ നേതാവ് യശ്വന്ത് ദേശായി വരുന്നതാ. അയാളെ ഇനി കാണാൻ പോണം. അതിനി ഞങ്ങൾ പോണോ? നീ അല്ലട, നിന്റെ എന്റെ പാർട്ടിയിലെ അണികളും ഞാനും എല്ലാരും കൂടെ പോകണം. അതിനൊരു ബസ് വിളിച്ചാണ് പോവാൻ. 10,000 രൂപ ബസ്സിന് കൊടുക്കണം. അയ്യോ, അതിന് വേണ്ടിട്ടാണ് അവര് പാർട്ടി ഫണ്ട് നിങ്ങൾ കോഴിക്കോട്ടെ ഉണ്ടാക്കി തിന്നാൻ വേണ്ടി വെച്ചേക്കാണോ? പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്താണ് വീട്ടിലെ പല ആവശ്യങ്ങളും ഞാൻ നേരത്തെ കണ്ടത്. ആ, പണിക്ക് വന്നിട്ടല്ലേ, അപ്പൊ അതൊക്കെ വേണ്ടി വരും. എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ ഇവിടെ ഇരുന്നേ. എന്തിനു ഇരിക്കണ്ടെന്ന് പറഞ്ഞോ? ഇവിടെ ഇരി. അതെ, നീ എങ്ങനെയെങ്കിലും എനിക്കൊരു 10,000 മറിച്ച് താൻ. 2 ദിവസം കഴിഞ്ഞ് കർത്താവിനോടാണ് ഞാൻ തിരിച്ചു തരാം. എന്നാ ഞാൻ ചോറിയുന്ന എന്നാ ഞാൻ ചോറുണ്ണണ്ട. അയ്യടാ, അങ്ങനെ പൈസ തന്നിട്ട് മോൻ ചോറുണ്ണണ്ട കേട്ടാ. പുതിയ നമ്പറായിട്ട് വന്നേക്കുന്നു ചോറുണ്ണന്ന്. പിന്നെ എനിക്കെന്താന്ന് അറിഞ്ഞില്ല. ഡാഡി ഇപ്പൊ വേണേ പോയി കഴിച്ചോ, പിന്നെ അമ്മ ചോറിൽ വെള്ളം ഒഴിക്കും. ചുമ്മാ റെഡി മര്യാദ കിടന്ന് ഉറങ്ങും അങ്ങോട്ട്. നല്ല ചെമ്മീൻ തോരൻ ഉണ്ടായിരുന്നു. ചെമ്മീൻ പിന്നെ ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. മറ്റന്നാ ഞങ്ങളെ പാർട്ടി മീറ്റിങ്ങിന് ചെമ്മീൻ കറിയൊക്കെ ഉള്ളതാ. ചെമ്മീൻ